ഞാൻ എന്റെ ബെൽറ്റ് ഇട്ടിട്ട് തെങ്ങ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അള്ളാ പടച്ചവനെ വീഴല്ലേ. Cheers. You didn't touch me, bro. കേട്ടോ, 3 എണ്ണത്തിന് 200 രൂപ എന്നുള്ള കണക്കിലാണ് ഇവര് ഈ പഴം വിൽക്കുന്നത്. 3 അവക്കാഡോയ്ക്ക് നമ്മുടെ നാട്ടിലെ 400 രൂപ അടുപ്പിച്ചു. വൈകുന്നേരം ആയപ്പോ ഇവിടുത്തെ ആളുകള് കൂടി കേട്ടോ. Oh my God. Wow. Good morning. ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത് ഇവിടെയാണ് കേട്ടോ. അയ്യോ തണുപ്പടിച്ച് എന്റെ സൗണ്ടൊക്കെ പോയി. ഇവന്മാര് രണ്ടുപേരും കൂടെ എന്റെ ടെന്റിന്റെ അകത്ത് കിടന്നു. ടെന്റിന്റെ അകത്ത് ഇവന്മാര് രണ്ടുപേരും കിടന്നു. ഞാൻ കിടന്നത് ഇവിടെയാ. നമ്മുടെ ടെന്റ് അടിച്ചിട്ട് ഇന്നലെ ഇവിടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിലെ ലൈഫ് ഗാർഡ് ഉണ്ടല്ലോ, ലൈഫ് ഗാർഡിനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് കിടന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച്. നമ്മുടെ ഹക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, JACO ഹക്കോ എന്ന് പറയുന്ന കോസ്റ്ററിക്കയിലെ ഒരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ പസഫിക് ഓഷൻ വരുന്ന സൈഡിലാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ബീച്ച്. നോക്കി എന്ത് രസം. അവിടെ നമ്മുടെ വിൽസൺ അവിടെ ഇരുന്ന് ഫോം വിളിക്കുകയാണ് കേട്ടോ. ആരോ അടിപൊളിയാതാ. ഇന്നലെ രാത്രി എന്റെ ബാഗിൽ നിന്നുള്ള തുണിയെല്ലാം വാരിയിട്ട് അവിടെ തടിയിൽ കിടക്കാൻ പാടെന്ന് പറഞ്ഞു കേട്ടോ. നോക്കിക്കേ എന്റെ കോലം നോക്കിക്കേ. ബാക്കപ്പ് ബ്രോ. Now this. ഞാൻ ഇവനെ പഠിപ്പിക്കുകയാണ് കേട്ടോ. I'm the boss, you do work. Okay, boss. Yeah. ഇവിടെ നമ്മുടെ കുറെ തേങ്ങ ഉണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ എങ്ങനെയെങ്കിലും പറിക്കാൻ വേണ്ടി നോക്കുവാണ്. അവിടെ അങ്ങ് ദൂരം നോക്കിക്കേ, അവിടെ ദൂരമായിട്ട് ടെന്റ് അടിച്ച് കിടക്കുന്നുണ്ടോ, ഒരു കപ്പിളാണ് കേട്ടോ. ഇന്നലെ രാത്രി വിൽസനെ ടെന്റിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനും ഇവനും കൂടെ പുറത്തോട്ട് നടക്കാൻ വേണ്ടി പോയിട്ടോ. ഇവര് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പം വിൽസൺ ആദ്യമായിട്ടാണ് കേട്ടോ ടെന്റൊക്കെ അടിക്കുന്നത്. അവൻ പേടിച്ചു പോയി. ലാസ്റ്റ് ഇന്നലെ രാത്രി മുഴുവൻ അവൻ മിണ്ടാതിരുന്നു. ഇന്ന് രാവിലെയാണ് ഇതുപോലെ അവൻ ചിരിച്ച് സംസാരിച്ചു തുടങ്ങിയത്. വിൽസോ സേ ഹായ്. കണ്ടില്ലേ, ഇന്നലെ രാത്രി നമ്മളെ അടുത്ത് പണക്കമായിരുന്നു കേട്ടോ. ദേഷ്യം എൻ്റെ അടുത്ത് എറിയണോ? Go. Yeah, try. Go man. Yeah, like that. ഞാൻ എന്റെ ബെൽറ്റ് ഇട്ടിട്ട് തെങ്ങ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അള്ളാ പടച്ചവനെ വീഴല്ലേ. Bro, I'm gonna die. Oh. അള്ളാഹ്ക്കറിയാം. ഇല്ല. Let's go. Oh shit. കുറെ നാളായി കേട്ടോ തെങ്ങ് കയറിയിട്ട്. അല്ല ഇത് തെങ്ങൊന്നും കയറാറില്ല, അത് വേറെ കാര്യം. ഇത് വെച്ച് പറ്റൂല കേട്ടോ. കാരണം ബെൽറ്റ് ഇട്ട് നിരങ്ങി പോണം. തുണി വേണം കേട്ടോ. തുണി ഇല്ലെങ്കിൽ പറ്റൂല. ഇത് ലൂസായി പോണം, അതാ പ്രശ്നം കേട്ടോ. Bro, this is so hard. Because I need cloth. Without cloth it's hard. Okay. I think your method is working. With the cloth I need, bro. This is so hard. Jakuru hand. My hand, my multi-shell. Take more because you're there. Huh? You can take more because you're there. Oh no, you broke it. You broke that one. Another one.
Ah, you broke it. അയ്യോ Wow. അയ്യോ ആളുകൾ ഇവിടുത്തെ ഇത് ലൈഫ് ഗാർഡിന്റെ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ലൈഫ് ഗാർഡുകൾ വന്നു. ഇന്ന് സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തു. ഇങ്ങോട്ട് വന്നു. ഞാൻ എൻ്റെ പേന കത്തിയുണ്ട്. ഇതെൻ്റെ ചൈനീസുകാരി എമ്മിക്കുട്ടി വാങ്ങിച്ചു തരുന്ന എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. വേണ്ടേ അത് വെച്ച് കൊക്കനട്ട് മുറിക്കുവാണ്. ഹാപ്പി ബ്രോ. എമ്മിക്കുട്ടി സോറി. എമ്മിക്കുട്ടി വാങ്ങിച്ചു തന്ന സാധനം ഞാൻ തേങ്ങ മുറിച്ച് പൊട്ടിപ്പോയി കേട്ടോ. അതാ ഓ എൻ്റെ നല്ല ബ്ലേഡ് ആയിരുന്നു. ഇത് വെച്ച് ലൈറ്റ് ആക്കാം. ഇത് വെച്ച് ആക്ച്വലി ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കാൻ കേട്ടോ. കുറെ ഉപകാരം ഉള്ളായിരുന്ന എൻ്റെ സേഫ്റ്റി ആയിട്ട് വാങ്ങിച്ചു തന്ന സാധനമാണ്. ഇവന് വേണ്ടി കരിക്കിന് വേണ്ടി ഞാൻ തൊലച്ചു കേട്ടോ. അവസാനം ഞാനും എൻ്റെ കോക്കനട്ട് 5 കോക്കനട്ടിൽ ഒരു തേങ്ങ കേട്ടോ ഞാൻ ഓൾറെഡി ആക്കിയായിരുന്നു. ഇനി നമുക്ക് 4 കൂടെ ഉണ്ട് ഓൾറെഡി. ഞാൻ ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ സാൻഡ് ഹൗസിൽ പോകാനാണ്. സാൻഡ് ഹൗസിൽ പോയിട്ട് നമ്മളവിടെ 2 ദിവസം സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പനാമയിലോട്ട് പോകും. പനാമയിൽ ഞാൻ ആക്ച്വലി ഓൾറെഡി പോകേണ്ടതായിരുന്നു കേട്ടോ. Big elephants, you know, and you look the bus. Maybe You are hitchhiking. You are hitchhiking, right? maybe 40 minutes. 40 minutes for this. You are stealing my coconut. Yeah. You are stealing my coconut. ആക്ച്വലി അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. ബസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. വാട്ട്സ് യുവർ നെയിം? Fabiola. Fabiola. Tu? Marta. Marta. You are the Marta. Yeah. We have a Marta in my place. Really? In the movie. The movie? Yeah, Marta. നമ്മുടെ സിനിമയിലുള്ള മാർത്തയാണ് കേട്ടോ ഈ കാണുന്നത്. അവന്മാര് ദോ വരുന്നു കേട്ടോ. അവന്മാര് ദോ ബാഗ് കൊണ്ട് വരുവാണ്. Nosotras. Si los regalas enfrente a nosotras. Tú? Sí. Tú one. Nosotras. Regalan fresco. No, it's you buy the ring for us. Okay. Take. It's crazy. Ay, está dulcita, gorda. Qué rico. Está dulce. Está fácil Come, para come. mí. No, pero te está fallando. No, bañada, mira, gorda. It's good. Take. No, bañada estamos. Dale, yo te limpio. കേട്ടോ. You all wet. Él solo va por el agua. Sí. Pero bien bañada los de oro. I'm with the Coco girls. എടുത്തപ്പോ അവര് പറയല്ലേ $10. Tú, me $100. Me influencer. Me influencer. Do Tú you pay us $100? 100. You have to pay me. You take a picture. You have to pay me because I am famous, you know. Okay. Okay, now You going, Fabiola? ഫബിയോയുടെ ചെറുക്കം വന്നു കേട്ടോ. നമ്മുടെ ബസ്സിന് ടിക്കറ്റ് എടുത്തു. ഇനി സാൻ ഹൗസിൽ പോവാണ്. ഇവിടെ കത്തി കിട്ടി ഒരു കടയിൽ നിന്ന്. ഇവിടെ നിന്ന് ഞാൻ ഇത് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മുറിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവസാനം കത്തി കിട്ടി കേട്ടോ. കത്തി വെച്ചിട്ട് ഞാൻ മറ്റേ കത്തിരിക്ക അരിക്കുന്ന പോലെ ഇങ്ങനെ അരിയുവാണ് കേട്ടോ. ഭയങ്കര പാട് കേട്ടോ. ഇതിൽ വെള്ളം ഇല്ല ഇനി. കട്ട് ബ്രോ ഇനോ വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. അവന് വേണ്ടാന്ന് കേട്ടോ. അവൻ അവന്റെ സ്വന്തമായിട്ട് കട്ട് ചെയ്യാന്ന്. അടിപൊളി കേട്ടോ. ഇത് തേങ്ങയാണ്. തേങ്ങയാണ് കേട്ടോ, കരിക്കല്ല. ഇത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് പോലെ ആയ കേട്ടോ. അവൻ പറയാ ബ്രോ ഇത് ഹാർഡായില്ല, ഇത് കഴിക്കാനുള്ള ഇതായില്ല എന്ന് കേട്ടോ. അവൻ വിചാരിക്കുക തേങ്ങ ആയിട്ടാ കഴിക്കേണ്ടത്. അതാ അടിപൊളി കേട്ടോ. കോസ്റ്ററിക്ക കൊക്കോ.
ഈ കാണുന്നതാണ് നമ്മുടെ ബസ്സിൽ നിന്ന് നമ്മൾ കയറുവാണ് കേട്ടോ സാൻ ഹോസയിലോട്ട്. ഏകദേശം ഒരാൾക്ക് വരുന്നത് ഒരു 650 രൂപയാണ് കേട്ടോ. അധികം ഫുള്ളൊന്നും അല്ല കേട്ടോ, ആളുകൾ കുറേ വേക്കൻറ്റ് സീറ്റുകൾ ഇനിയും കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഹോയ് ഹലോ. ഇത് നമ്മൾ ബാച്ചിലേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സീറ്റ് നമുക്ക് തന്നത് ഏറ്റവും പുറകിലോട്ട് കേട്ടോ. വിൽസൺ എനിക്ക് വൈഫൈ തന്നില്ല കേട്ടോ. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് വന്നു മീ അമിഗോ നോ വൈഫൈ ഇന്റർനെറ്റ് നോ ഗുഡ് നോട്ട് ബിയൻ ടു ബിയൻ ഗ്രാസിയാസ് മുച്ചോ ഗ്രാസിയാസ്. Tu nombre? Stephanie. Mamá, tu nombre? Raquel. Mucho gusto. കേട്ടോ എനിക്ക് എങ്ങനെ വൈഫൈ കിട്ടി. വിൽസൺ എനിക്ക് വൈഫൈ തന്നില്ല ബ്രോ. After 5 years in the bus. And I don't mean bus to travel long distance. I mean bus to. ഇവൻ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത്. കോസ്റ്ററിക്കയിൽ വന്നിട്ട് ഇവർ 4-5 ദിവസമായി. ഫുള്ള് യൂബർ കേട്ടോ. 200 കിലോമീറ്റർ പോകാനും യൂബർ പിടിച്ചാണ് പോകുന്നത്. അത് എന്ത് പൈസ എന്നാ. ഞാൻ വന്നിട്ടാണ് ഇമാരെ ബസ്സിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത്. 2 എണ്ണം കിടന്ന് ഉറങ്ങുന്ന നോക്കിയേ. ഇവിടെ അവനും കിടന്നുറങ്ങി കേട്ടോ വിൽസനും. പോകുന്ന വഴി ഫുള്ള് ഇത് പ്ലാന്റെയിൻ ആണ് കേട്ടോ, നമ്മുടെ പഴങ്ങളാണ്, വാഴകളാണ്. ഇവിടെ എല്ലായിടത്തും പോലീസ് ചെക്കിംഗ് ആണല്ലോ. ഫുള്ള് കാട് ഏരിയകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. കോസ്റ്ററിക്കയിൽ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാടുകൾ കാണാനായിട്ട് സാധിക്കും, നമ്മുടെ നാടിനോട് സാമ്യമുള്ള. ഇവിടെ കുറെ മുതലുണ്ട് കേട്ടോ, മുതല. അതുകൊണ്ടാണ് ആളുകളെല്ലാം ഇറങ്ങി ഫോട്ടോ എടുക്കുന്നത്. ഇത് മുതലക്കുളമാണ്. ഇവിടെ എല്ലാ ആളുകൾ വണ്ടി നിർത്തിയിട്ട് മുതലേ കാണാനായിട്ട് പോകും കേട്ടോ. അതും ഒരു ചെറിയൊരു ടൂറിസ്റ്റിക് ഏരിയ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുമെന്ന് കേട്ടോ, നിർത്തി. പക്ഷേ ആളുകളൊക്കെ എത്താൻ വേണ്ടി നിർത്തിയതാണ്. ചേട്ടൻ വിചാരിക്കുക ചേട്ടന്റെ വീഡിയോ എടുക്കാണെന്ന് കേട്ടോ. ചേട്ടൻ ഉടനെ ഫോണിങ്ങനെ തട്ടി നമ്മുടെ വീഡിയോ എടുക്കാണെന്ന് കേട്ടോ. നമ്മള് സീറ്റ് 3 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ്ടേ ഇവിടെ അവൻ അപ്പുറത്താണ് ആ ചേട്ടൻ ഇരുന്നത്, നിങ്ങൾ കണ്ടല്ലോ. Bro, where are we going? Are we going to camp in San Jose? No. Let's go camp. No. Why? Fucking way, bro. No? No fucking You way. tired of camping? We did it one day. Finally നമ്മുടെ ബസ് വന്നു. Iki direction? Okay. Bro, let's go. Come. Yeah. നമ്മുടെ ഒരു അമ്മയല്ല കേട്ടോ. ഓക്കെ, അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ ഹെൽപ്പ് ചെയ്യുവാണ്. കാരണം ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ. എന്റെ സ്പാനിഷൊക്കെ സംസാരിച്ചു. അമ്മ tu nombre? Mayela. Yo llamo San Juan. ¿Ah? Yo voy para allá. ¿Para allá? Para el San Juan de Dios, al hospital. Sí. ഈ ആളില്ലേ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്. കണ്ടില്ലേ, എന്നെ ഇതുപോലെ കൊണ്ടുപോകുന്നു. ഞാനാണ് കേട്ടോ ഇമാരുടെ ഗൈഡ് പോലെ എല്ലാം കൊണ്ടുപോകുന്നത്. അമാരെന്നെ ഫോളോ ചെയ്ത് വരും. മീ അമിഗോ സ്ലോ നോ ലേഗോസ് no robar. Mi amigo caminar. Sí, no se Robar, pierde. no robar, sin robar. No se pierde. Slowly. Sí. No, es que se pierda. Vamos. No se pierde. No se pierde. Eso es lo que me da. Okay, gracias. ബസ്സിൽ വെച്ച് വൈഫൈ തന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ സാൻ ജോസിനെ സാൻ ഹൗസെ എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം ജെയിനെ എച്ച് എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ കുറച്ച് ധാരാളം ടൂറിസ്റ്റുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് നടക്കുവാണ്. La chica, sí. She's saying you are a girl. Sí. Chica. ഇവന്റെ ബാഗ് കൂടെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി തൂക്കിക്കൊണ്ട് വരുവാ. No. You are very slow. Not good, bro. You are smoking. Smoking is injurious to health. ആരും ഇവനെ പോലെ വലിക്കരുത് കേട്ടോ. ഇവിടെ കുറേ സ്ട്രീറ്റില് കുറേ ആളുകൾ എന്താ പറയുക വീടൊന്നും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു കേട്ടോ.
പിന്നെ കുറേ ആളുകൾ നമ്മുടെ വെനിസിലക്കാരാണ് കേട്ടോ. ട്രംപ് അടിച്ച് പുറത്താക്കിയ കുറേ ആളുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവർ പൈസയ്ക്ക് വേണ്ടിയതാ അവരുടെ വെനിസിലയുടെ ഫ്ലാഗും വെച്ചുകൊണ്ട് കേട്ടോ. ഇവിടെ വെനിസിലയിൽ നിന്ന് വന്ന കുറേ ആൾക്കാരാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റല്. ഈ സ്ട്രീറ്റ് ഫുൾ ആൾക്കാരാണ് കേട്ടോ. വെനിസിലയുടെ ആൾക്കാരെ പല രാജ്യത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ ഒരു ഫ്ലാഗും അതും ഇതും ഒക്കെ വെച്ചിട്ട് ആളുകൾ ഭിക്ഷ യാചിക്കുന്ന ആളുകളെയൊക്കെ കുറേ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കൊള്ളാം കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ. Mucho gusto. Mucho gusto. Pura vida. അപ്പോൾ നമ്മുടെ ബാക്കി യാത്ര തുടങ്ങി. ഇവിടെ ലോട്ടറിയാണ്. ലോട്ടറിയെല്ലാം നമ്മുടെ ലോട്ടറിയാണ് കേട്ടോ. സ്ട്രീറ്റിൽ കുറേ നമ്മൾ ഇത്രയും നേരം കണ്ട നമ്മുടെ കോസ്റ്ററിക്കയുടെ നഗരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നഗരം. പക്ഷെ ഇവിടെ കാണാനൊന്നും അധികമായിട്ടുള്ള സംഭവങ്ങളില്ല. ഞാൻ നിന്ന ഹാക്കോന്ന് വളരെ ചീപ്പായിട്ടാണ് കേട്ടോ. വളരെ ചീപ്പല്ല, അവിടെ നിന്നും ചീപ്പാണ്. എവിടെയൊക്കെ ആളുകൾ സ്ട്രീറ്റിൽ എന്തൊക്കെയായിട്ട് വിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അവക്കാടോ കാണല്ലോ വിൽക്കുന്നേ. കൊള്ളാം കേട്ടോ. എനിക്ക് ഈ കാണുന്ന സ്ട്രീറ്റൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായിട്ടുള്ള ഏരിയകൾ. വലിയ കൊളോണിയൽ ടൗൺ ഒന്നും അല്ല കേട്ടോ ഈ കാണുന്നത്. കാണാനായിട്ട് നോക്കുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. കുറേ ഷോപ്പുകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, ബ്രാൻഡ് കടകൾ എല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇവരുടെ ഡൗൺ ടൗണിലെ ഒരു സ്ട്രീറ്റാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും നൈറ്റ് ആകുമ്പോഴായിരിക്കും ഇതൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത്. Hola amigo, ¿cómo estás? ¿A dónde vas? ¿Tú Costa Rica? ¿Tu casa Costa Rica? Ok, gracias, mucho gusto. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ വെനിസിലക്കാരനും വല്ലോ ആണോന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്തത്. ആണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ കോസ്റ്ററിക്കക്കാരനല്ല. ട്രംപ് പുറത്താക്കി അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ അതെല്ലാം. നമ്മുടെ 1880 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇവിടുത്തെ ഒരു സെൻട്രൽ മാർക്കറ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മർക്കാദോ സെൻട്രൽ. അതിൻ്റെ അകത്തോട്ട് പോയാൽ പിന്നെ കുറേ നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോകുന്നില്ല തൽക്കാലം. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര റഷ് കേട്ടോ ആ ഒരു ഭാഗത്തോട്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് പോവാം. മാർക്കറ്റ് ഭാഗമൊക്കെ കാണിക്കാനായിട്ട് പിന്നീട് ഞാൻ എന്തായാലും ഈ ഒരു ഭാഗത്തോട്ട് വരുന്നതാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ നോക്കിയേ. ഹലോ വീഡിയോ. ഇവിടെ പേരയ്ക്കാണ് കേട്ടോ. പേരയ്ക്ക ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. 12 പീസിന് 1000. 12 പീസിന് ഏകദേശം നമ്മുടെ നാട്ടിലെ 200 രൂപയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു 190 രൂപയാണ് ഈ കാണുന്ന ഓറഞ്ച്. 12 പീസ്. Hotel. No. Nada. No. Gracias, muchas gracias. Una monedita, humildemente no se puede. Una monedita, no. ¿Una mona? ¿Sí? No. Tampoco. No. Salado yo. Lo siento. Adiós. Adiós. Bye. സാൻ ഹോസയുടെ നഗരഭാഗത്തെ നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. സെൻട്രൽ പാർക്കിന്റെ അടുത്തുള്ള കുറെ കച്ചവടക്കാരൊക്കെയാണ് കേട്ടോ. ഹായ്. നല്ല ആൾക്കാരാട്ടോ. എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സെൻട്രൽ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല വീഡിയോകളിലും, ഇവർക്കൊരു സെൻട്രൽ പാർക്ക് ഉണ്ടെങ്കിൽ ആ പാർക്കിന്റെ അടുത്ത് ഒരു കത്തീഡ്രൽ ഉണ്ട്. ആ കത്തീഡ്രലും സെൻട്രൽ പാർക്കുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡൗൺ ടൗൺ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടെ നമുക്കൊരു പള്ളി കാണാനായിട്ട് സാധിക്കും. ഇവിടെ കോസ്റ്ററിക്കയുടെ ഫ്ലാഗ് കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ പാർക്കിലെ പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ കുറെ ആൾക്കാരിങ്ങനെ പാർക്കിൽ വന്ന് ഇരിപ്പുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചർച്ച് കേട്ടോ, നമ്മുടെ കത്തീഡ്രല്. ഈ കത്തീഡ്രൽ എന്ന് പറയുന്ന വാക്ക് എൻ്റെ വായിൽ എപ്പോഴും റോങ് ആയിട്ടേ വരുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. വഴിയിൽ വന്നപ്പോൾ ഇവിടെ ബാർബർ ഷോപ്പ് കേട്ടോ, ഓപ്പൺ ബാർബർ ഷോപ്പ്. കുറെ ആൾക്കാർ വന്ന് വിളിക്കാണ്. മസ്താർദേ മീ
Más tarde, más tarde. Condo. ¿Cuánto vale? 3,000. 3,000? $20. Caro. $5. You say 2,000. 2,000. Claro. ¿Tú 2,000? Más tarde, ok. Gracias. Ok, later. പുള്ളിക്കാരൻ പറയുന്നു, ഒരാൾ പറയുന്നു 3,000, ഒരാൾ പറയുന്നു 2,000. 3,000 എന്ന് പറയുന്നത് നല്ല പൈസയാണ് കേട്ടോ. നല്ല പൈസയല്ല, നമ്മുടെ നാട്ടിലെ ഒരു 600 രൂപ അടുപ്പിച്ച് വരും. 2,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അടുപ്പിച്ച് 400 വരും. ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അവന്മാര് എന്നെ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു. നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടെയാണ് ഇവന്മാർ ആക്ച്വലി ഇവിടെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ നിന്നത്. അപ്പോൾ അവിടെ തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം റിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മോളിലുള്ള ഒരു സമുച്ചയമാണ് കേട്ടോ. ഒരു Airbnb-യിലാണ് ബുക്ക് ചെയ്തത്. ഇവിടെ അടുത്ത് ഇവിടെ കുറേ ബാർബർ ഷോപ്പുണ്ട്. ഇങ്ങനത്തെ എല്ലാ ബാർബർ ഷോപ്പാണ് കേട്ടോ. പിന്നെ കുറേ ബേക്കറികൾ. പടച്ചോനെ നല്ല ലോഡാണല്ലോ. അങ്ങനെ അവസാനം നമ്മുടെ റൂമിലോട്ട് വന്നു. Vamos. Bro, you have to open. നമ്മള് ഇവിടെ വന്ന കേട്ടോ. അയ്യോ നല്ല ടയേർഡ്. പാസ്പോർട്ട് അവർക്ക് പാസ്പോർട്ട് എടുക്കണമെന്ന് കേട്ടോ. ഇതിന് കൊടുത്തത് 16, 20, 2,000 രൂപ കേട്ടോ. 6,000 രൂപ ഈ കാണുന്ന സ്ഥലത്തിന് നമ്മൾ കൊടുത്തത് എല്ലാരും കൂടെ. ബോയ്സ് ഞാൻ അങ്ങനെ പുതിയ കോസ്റ്റ്യൂം, ഷർട്ട്, എന്റെ നിക്കറ്, പിന്നെ തൊപ്പി അവന്റെ വിൽസന്റേത്, ഷർട്ട് ഇവന്റേത്. അങ്ങനെ അവസാനം പുറത്ത് ഇറ്റ്സ് കോൾഡ് ബ്രോ. ഇത് ചൈനീസ് വണ്ടിയാണോ? ഇവിടെ ഞാൻ പുറത്തിറങ്ങിയപ്പോ തന്നെ സ്കൂട്ടറുകളാണല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ നിക്കറൂട്ട് ഇറങ്ങി തണുക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് സുൻറ ചൈനീസ് വീഡിയോ. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ ചൈനീസ് സ്കൂട്ടർ ആണ് കേട്ടോ. കോന്തോ Precio. precio 350,000 colones. കൊളോണിയസ് ഡോളർക്ക് എന്താ കൊള്ളാം കേട്ടോ. ചൈനയിൽ നിന്ന് ഇപ്പൊ കുറേ സംഭവങ്ങൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവയാണ് കേട്ടോ ഈ കാണുന്നത്. ആക്റ്റീവ 125 കേട്ടോ. നമ്മുടെ നാട്ടിലെ സാധനം. ഒരു ഹെൽമെറ്റിന്റെയും ഒരു ഇതിന്റെയൊക്കെ ഇതാണ് $700. നമ്മുടെ നാട്ടിലെ ഒരു 65,000 രൂപ ആവും കേട്ടോ ഈ കാണുന്ന വണ്ടിക്ക്. ഓരോ ആളുകൾ ഇതാണ്ട് പ്ലാന്റൈന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്, പ്ലാന്റൈന് തക്കാളിയൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകൾ ഇവിടെ സ്ട്രീറ്റിൽ നിന്ന് വിൽക്കുവാണ് കേട്ടോ. ഇവിടെയും നമ്മുടെ പ്ലാന്റൈൻ ആണ് കേട്ടോ വിൽക്കുന്നത്. അതാ എല്ലാം വഴിയോര കച്ചവടക്കാരാണ് കൂടുതല്. I hate you smoking, bro. You are proud of smoking. Yeah, listen. Yeah, say to the audience. What do you want to say? How you can justify your smoking? Tell me. Is it going to give you good life? It is life. Listen to me. First cut. Because Let me tell you one thing. Okay, I'm cut ചെയ്തിട്ട് ഞാൻ പറയാം. I will translate. ഇവിടെ ഇതുപോലുള്ള പാർക്കുകൾ ധാരാളമുണ്ട്. ഓരോ പാർക്കുകളിലും ഇവരുടെ ചരിത്രപരമായിട്ട് ഇവിടുത്തെ വലിയൊരു പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളുടെ പ്രതിമകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ അങ്ങനെ ഒരാളുടെ പ്രതിമ. അവിടെ ഇതേത് ഫ്ലാഗാ? ഫ്ലാഗ് ഏതാണെന്ന് അറിയില്ല. ബസ് സ്റ്റോപ്പിന്റെ അടുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. It's only for Costa Rica. So you don't have idea? Yeah. Oh, no worries. Gracias. കാണുന്നത് ഇവിടുത്തെ മറ്റൊരു മനോഹരമായിട്ടുള്ള പള്ളിയാണ്. ഇതിനിടയിൽ ജോയുടെ അടുത്ത് ഒരാൾ എന്തോ സംസാരിക്കുവാണ്. ഇവിടെ കണ്ടില്ലേ നമ്മുടെ കൊലകൾ, നമ്മുടെ പച്ചക്കറി കൊലയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കുഞ്ഞ് തണ്ണിമത്തൻ, ഇവിടെ തണ്ണിമത്തൻ ജ്യൂസ് വെക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ തേങ്ങ സംഭവങ്ങള്, തേങ്ങ ഐസിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്തിനാണ് കേട്ടോ ഐസിലിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ആപ്പിള് ഇതുപോലത്തെ ഉള്ള സാധനം. ഇത് നമ്മുടെ കശുവണ്ടിയുടെ അണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല. അറിയാന്നുള്ള ഒരു കമന്റ് ഇടണം, എനിക്കറിയില്ല. പിന്നെ ആ കാണുന്ന ചെറിയ ഉരുളക്കിഴങ്ങ്, നമ്മുടെ മുളക് ഇവിടെ ഐസിലിട്ട്. നമ്മുടെ സോർ സൂപ്പ് കേട്ടോ. എൻ്റെ ഫേമസ്, എൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ഫ്രൂട്ടാ. ഞാൻ വഴിയിൽ വെച്ച് കണ്ട്. ആക്ച്വലി
ഞാനിവിടെ ഒരു ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ചൈന ടൗൺ ആണ്. അപ്രതീക്ഷിതമായിട്ട് ഇവരെ ചൈനയെ പോലെ തോന്നി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. വാട്ട്സ് യുവർ നെയിം? ഹിറോഷി. വാട്ട്സ് യുവർ നെയിം? സാരി. Yura, where is your mom? Brazil working. Oh, okay. You left your wife. No, she was in the vacation in Japan. Oh, okay. And she's rich. Okay. I travel close, cheaper. Okay. So we meet in Kerala. Okay. Yeah, or in Brazil. I want to host you. Okay. I will come and contact you in Brazil. Thank you very much. You come to Kerala. I want to go to India again. Yeah. To change my mind about what I feel when I went there for the first time. Exactly. Because you tell me in the south the culture is different. I've seen people who are more warmful. Exactly. And a lot of things are similar. You see fish in south. In my state, fish. ബ്രോ പാവം കേട്ടോ, ഞാൻ അരമണിക്കൂറായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് കേരളത്തിനെ കുറിച്ചും യാത്രകളെ കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ അടുത്ത് എന്തോ വന്ന് വാങ്ങുവാണ് കേട്ടോ. What happened, bro? No. Es que necesito llamar a un amigo, pero no tengo saldo. No Spanish, bro. No. എല്ലാ രാജ്യത്തും ആക്ച്വലി ഇതുപോലുള്ള സംഭവങ്ങൾ പതിവാണ്. ഇവിടെ കുറെ ചൈനീസ് ഭക്ഷണശാലകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെന്താണ് എഴുതി വെച്ചതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. നമ്മളിനി നല്ല തണുപ്പുണ്ട് കേട്ടോ. അയ്യോ, ഇത്രയും സമയം ആയേ ഉള്ളൂ, ഇപ്പം തന്നെ നല്ല തണുപ്പടിക്കുക. ഇവിടെ ബാക്കി ഇവിടത്തെ കാഴ്ചകള്. Cheers. You didn't touch me, bro. Have some chocolate. ചോക്ലേറ്റ് ഈസ് നോട്ട് ഗുഡ്. ഞാൻ നമ്മുടെ വാനില ഇവിടെ ഈവനിങ് ആണ് കൂടുതൽ മനോഹരമാവാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല ട്രാഫിക് ആണ്. നമ്മുടെ നാട്ടിലെ പൾസർ ബൈക്കുകൾ, വെസ്പ സ്കൂട്ടറുകളൊക്കെ ഞാൻ കാണാനായിട്ട് ധാരാളം സാധിച്ചു. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ കാണിച്ചിരുന്ന കത്തീഡ്രലിന്റെ പുറകിലത്തെ ഭാഗമാണ് കേട്ടോ. പുറകിലത്തെ സ്ട്രീറ്റ് ആണ് ഇതെല്ലാവരും. എനിക്കൊന്ന് വില്ലേജിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തണ്ണിമത്തന്, തക്കാളിയൊക്കെ അവർ ഇതുപോലെ ട്രോളിയിലിട്ടിട്ട് അവർ വിൽക്കും. കാണുന്നത് നമ്മുടെ സൈക്കിളിന് പോകാനുള്ള പാത്താണ്. ബട്ട് ആരും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. സൈക്കിൾ പാത്ത് എല്ലാവരും ഇതിലൂടെ ഇങ്ങനെ നടന്ന് മാത്രം പോകുന്ന കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ കത്തീഡ്രലിന്റെ ഒരു സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ കയറി നോക്കുവാണ് കേട്ടോ. നിക്കറിട്ടുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുമെന്തോ. അവിടെ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ. കാണുന്നത് ഇവിടുത്തെ ഒരു കൊളോണിയൽ ബിൽഡിങ്ങിന്റെ പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ബട്ട് കൊളോണിയൽ ബിൽഡിംഗ് ആണോ എന്ന് അറിയില്ല. ഈ കാണുന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ കാണിച്ച ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മോണുമെന്റും നമ്മുടെ പാർക്ക്, സെൻട്രൽ പാർക്കാണ്. ഈ രാജ്യത്തിന്റെ സെൻട്രൽ പാർക്കാണ് നിങ്ങൾ ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കുറെ ആൾക്കാർ വൈകുന്നേരം ജോലിയും കൂലി ഇല്ലാത്തവർ വെറുതെ ഇരിക്കുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ വെറുതെ വീട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വന്ന് പിക്നിക് പോലെ ഇങ്ങനെ വെറുതെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ കുറെ ആൾക്കാർ സുഹൃത്തിനെ കണ്ടുമുട്ടാനായിട്ട് ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതുപോലത്തെ ഉള്ളതൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കോസ്റ്ററിക്കയുടെ തായ്ലൻഡിന് സമമായിട്ടുള്ള ഫ്ലാഗ് ഇവിടെ പറക്കുവാണ്. കാണുന്ന സ്ട്രീറ്റിലൊക്കെ ധാരാളം വെനിസിലയിൽ നിന്നുള്ള കുറേ ഇമിഗ്രൻസിനെ കാണാൻ സാധിക്കുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. കുറേ ആൾക്കാർ കുട്ടികളും മക്കളൊക്കെ ആയിട്ടാണ് ധാരാളം പേര് ഇങ്ങനെ ഇതുപോലെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഞാൻ നേരത്തെയൊക്കെ കാണിച്ചു തന്നായിരുന്നു കുറേ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പോലീസ് ഇതാണ്ടേ സൈക്കിളിൽ ചുറ്റുന്നതാണ് കേട്ടോ ഇവിടുത്തെ പോലീസ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ വന്നപ്പോൾ കാണിച്ച പ്രധാനപ്പെട്ട ഇവിടുത്തെ സാൻ ജോർജിലെ ഒരു മെയിൻ സ്ക്വയർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ലോങ് ഒരു പാത്താണ് കേട്ടോ ഈ കാണുന്ന ഏരിയ ഇങ്ങോട്ട് മുഴുവനായിട്ട്. ഇവിടെ ഒരു ബാങ്കിൽ കയറാൻ വേണ്ടിയുള്ള ക്യൂ ഉണ്ടില്ലേ, ഇത്രയ്ക്ക് ഭയങ്കര ക്യൂ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ ആളുകൾ. എന്തിനാന്ന് കേട്ടോ, ഈ കാണുന്ന ബാങ്കിൽ കയറാനായിട്ട് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളാണ്. ആ കാണുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു പോസ്റ്റ് ഓഫീസാണ്. അവിടെ അങ്ങ് ദൂരമായിട്ട് കാണുന്ന ബിൽഡിങ് പോസ്റ്റ് ഓഫീസിന്റെ ബിൽഡിംഗ് ആണ്. പോലീസ് വരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇവരെല്ലാരും പറക്കി ഓടുന്നത്. ഒരാള് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഇതാരാ? ഇതുപോലെ കുറെ ആൾക്കാർ എപ്പം വേണോ ഓടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് കേട്ടോ കച്ചവടക്കാരെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൂടുതലായാൽ അവർക്ക് ഫൈൻ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു. പോലീസ് ഇത് അലൗഡ് അല്ല എന്ന് തോന്നുന്നു കേട്ടോ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്.
പാസ്റ്റേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ ഹല്ലേലൂയ പാട്ടുകൾ പാടുന്നവരാണ് കേട്ടോ, പാസ്റ്റേഴ്സ് ആണ്. കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ മാർക്കറ്റ്. ഞാൻ സെൻട്രൽ മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഇത്രയും ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു പഴയ 1880 ഒരു മാർക്കറ്റാണ്. വരുമ്പോൾ തന്നെ കളർഫുൾ ആയിട്ടുള്ള മാർക്കറ്റാണല്ലോ. ഇവിടെ ഇവരുടെ സുവനീഴ്സും സംഭവങ്ങളൊക്കെയാണ്, ഇവരുടെ രാജ്യത്തിന്റെ സുവനീറുകൾ. ഇവിടെ ഈ കൊടി പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ, ഇവരൊക്കെ പ്രസിഡന്റിന്റെ ഇലക്ഷന് വേണ്ടിയുള്ളവരാണ് കേട്ടോ, ഇലക്ഷന്റെ ആൾക്കാരാണ് കേട്ടോ. ഈ കൊടിയൊക്കെ പിടിച്ചിട്ടുള്ള കണ്ട ഇത് ആരോ No. En dólares son $8. No, Costa Rican. Ajá, sí, 3.900 cuesta. 3,000 something. Y estos 1.900. Tengo unos en 1.000 colones. Discount. He's from No. Burundi. No. Burundi. Make discount, I take the 3. He want 3. Buy 3, get 1 free. Entonces no. ചെറിയ ചെറിയ കുഞ്ഞു സ്ട്രീറ്റുകളിൽ അവര് പല സംഭവങ്ങളായിട്ട് കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇവിടത്തെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാ ഭക്ഷണം, ഇത് നമ്മുടെ പഴത്തിലുണ്ടാക്കുന്നതാണോ, ഇതെന്താന്ന് കേട്ടോ. അത് നമുക്ക് അതുപോലെ ഉള്ള ഏരിയകളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനമാണ് കേട്ടോ. ഇവിടെ ഇതാണ്ടേ ഞാൻ വേറൊരു കാര്യം കണ്ടു. അത് മരിച്ചിനി ആക്ച്വലി ബ്രസീലിലാണ് വന്നത്. ബട്ട് മരിച്ചിനി ഈ കാണുന്ന സെൻട്രൽ അമേരിക്കൻ രാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും അവർ വളരെയധികം മരിച്ചിനി ഉപയോഗിക്കില്ല കേട്ടോ. ഇതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ. 1 കിലോയ്ക്ക് 1400. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 250 രൂപ, 250 അല്ല കേട്ടോ, 280 രൂപ അടുപ്പിച്ചും കാര്യം കേട്ടോ 1 കിലോയ്ക്ക്. ഇവർ പറയുന്നത് UK എന്നാണ് മരിച്ചിനിയെ പറയുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റെയിൻ ഒക്കെയാണ് കേട്ടോ. Hola amigo, ¿cuánto 1 kilo platino? ആക്ച്വലി ഇവർ 1 കിലോ ആയിട്ടല്ല വിൽക്കുന്നത്, 3 എണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1 കിലോ വരില്ല കേട്ടോ. 3 എണ്ണത്തിന് 200 രൂപ എന്നുള്ള കണക്കിലാണ് ഇവർ ഈ പഴം വിൽക്കുന്നത്. എല്ലാത്തിനും വിലയാണ്. ചിലതൊക്കെ ഇവർ എണ്ണത്തിനാണ് കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അല്ല ഇവിടെ കണ്ടില്ലേ അവക്കാഡോ, 3 എണ്ണത്തിന് 2000. 3 എണ്ണത്തിന് 2000 എന്ന് പറയുമ്പോൾ 3 അവക്കാഡോയ്ക്ക് നമ്മുടെ നാട്ടിലെ 400 രൂപ അടുപ്പിച്ച്. എന്തൊരു വിലയാ. ഇവിടെ ബീട്രൂട്ട് 3 ബീട്രൂട്ടിന് 700 അല്ല 2000 കേട്ടോ. 1 ബീട്രൂട്ടിന് 700. 1 ബീട്രൂട്ടിന് എന്ന് പറയുമ്പോൾ 130 രൂപ എന്തോ അടുപ്പിച്ച് വരും. ഇത് 1 കിലോയ്ക്ക് നമ്മുടെ നാട്ടിലെ 600 രൂപയാണ് കേട്ടോ. ദാ ഗോനാബാന 1 കിലോയ്ക്ക് 3000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 600 രൂപ. നമ്മുടെ ജ്യൂസിന്റെയും വേറെ ഇവരുടെ പ്രാദേശിക ഭക്ഷണങ്ങളുടെയൊക്കെ കടകളാണ് കേട്ടോ. ഇതുപോലുള്ള കടകൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഫുഡൊക്കെ ഇങ്ങോട്ട് പിന്നെ മുഴുവൻ ഫുഡാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഫുഡിന്റെ ഒരു ഏരിയ ആണ്. ഈ കാണുന്ന ഒരു പാൻ കേക്ക് പോലുള്ള ഒരു സാധനമാണ് കേട്ടോ ഇവർ കഴിക്കുന്നത്. മുട്ടയാണോ? ബീച്ച് ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ എക്സ്പെൻസീവ് അല്ല. ഈ കാണുന്ന നമ്മുടെ ഗൊനബന ജ്യൂസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇവർ വെള്ളം കിട്ടും കേട്ടോ. അതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു 1800, 2000 അല്ലെങ്കിൽ 1500, അതായത് ഒരു 300-400 രൂപയ്ക്കാണ് ഒരു ജ്യൂസിന് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് എല്ലാ കൗണ്ടറിലുള്ള ആളുകളെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഭാഗത്ത്. ബ്രോ വാട്ട് ഹാപ്പൻ? യു ലുക്ക് സോ സാഡ്. ഓക്കെ, ഇവിടെ നമ്മുടെ ചേച്ചി എന്തൊക്കെയാ അവിടെ നിന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. എന്നതാണ് നമ്മുടെ സംഭവം. ഇതിൽ അവര് ചീസ് എന്തോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ് ബ്രോ? നോ, ചീസ് എന്തോ ഇട്ടിട്ടുണ്ടെന്നോ? ഇറ്റ്സ് ഗുഡ്. ചീസാണ് ഇതിന്റെ അകത്ത് ഫുള്ള്. യു ഓൾറെഡി ഏറ്റ് ദിസ്? കൊള്ളാം കേട്ടോ, കണ്ടിട്ട് ഫുള്ള് ചീസ് വെച്ചിട്ടുള്ള ഒരു സാധനം. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. സെയിം ഫുഡ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, എല്ലാരും കഴിക്കുന്നത് കേട്ടോ. കാണുന്ന കൊച്ചു മണക്കൂസ് ഭക്ഷണത്തിന് ഏകദേശം 500-550 രൂപ കേട്ടോ. ഈ കാണുന്ന ഭക്ഷണത്തിന്, അതായത് 2900 കൊളോണ്, അതായത് ഏകദേശം ഒരു 500 രൂപ അടുപ്പിച്ചാണ് നമ്മുടെ ഫുഡ് തന്ന ആള്. ഹായ്, അവര് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വിലയെന്ന് പറഞ്ഞാൽ ഉപ്പാട് വരും. ഇവിടെ കോമഡി എന്തെന്നാ, എന്റെ ചപ്പല് പൊട്ടി, ഇതെന്റെ അല്ലായിരുന്നു, അവൻ്റെതായിരുന്നു. ഇവനെ
നമ്മുടെ ബീച്ച് സൈഡിൽ നിന്ന് നമ്മൾ വന്നില്ലേ, അവിടുന്ന് ഒരു പെണ്ണ് ഇവനെ പറ്റിച്ചിട്ട് പ്രലോഭിപ്പിച്ചിട്ട് ഒരു ചപ്പല് വാങ്ങിപ്പിച്ചു. ആ ചപ്പല് പൊട്ടിയെല്ലാം പോയേട്ടോ. യു പേ ഹൗ മച്ച്? 5,000? 1000 രൂപ എന്തോ കൊടുത്തിട്ട് വാങ്ങിച്ച ചപ്പലാണ് കേട്ടോ. 100 രൂപയുടെ ക്വാളിറ്റി പോലും ഇല്ല. ഇതാ പൊട്ടി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഷൂസ് ഇല്ലാതെ നടക്കുവാണ്. ആൾക്കാർ വിചാരിക്കും എനിക്ക് ചെരുപ്പിൽ ഇടാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ മാർക്കറ്റിന്റെ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് കയറിയിട്ട് ഈ കാണുന്ന എൻഡിലോട്ടാണ് കേട്ടോ മാർക്കറ്റിൽ ഇറങ്ങിയത്. കുറെ സ്ട്രീറ്റ് ഫുഡ് കണ്ടില്ലേ? കൊമിത ചീന ചൈനീസ് ഫുഡാണ് കേട്ടോ. ചൈനീസ് ഫുഡൊന്നും അല്ല, ആക്ച്വലി ചൈനീസ് ഫുഡ് എന്നുള്ള പേരിൽ കുറച്ച് ന്യൂഡിൽസ്, ചൗമീന് പോലുള്ള ഭക്ഷണങ്ങൾ വിൽക്കുന്ന കുറെ കടകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഉത്തരേന്ത്യയിൽ പോയ ചൈനീസ് ഫുഡ് എന്നൊക്കെ എഴുതി വെക്കൂലേ, ബട്ട് ചൈനയുമായിട്ട് ഒരു സാമ്യമില്ലാത്ത ഫുഡാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഈ ലാറ്റിൻ അമേരിക്കയിലുള്ള ചൈനീസ് ഫുഡും അങ്ങനെയാണ് കേട്ടോ. ചൈനയുമായിട്ട് വലിയ സാമ്യമൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോ ഇവിടുത്തെ ആളുകൾ കൂടി കേട്ടോ. ഇങ്ങോട്ട് ഫുള്ള് കച്ചവടക്കാര്. ഞാനങ്ങനെ അവസാനം ടാക്സിയിൽ കയറിയിട്ട് വിമാനം കൊണ്ട് ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ മലബാർ ദം ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ. ഇതിൻ്റെ ഇടയിൽ ഇമാര് ലാസ്റ്റ് എനിക്ക് പണി പറ്റിച്ചേട്ടാ. ഇമാര് ഓരോ ദിവസം ഇവിടെ നിന്നിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. ലാസ്റ്റ് വേറെ കാരണത്താൽ നാളെ ഇമാര് ഫ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു വിഷമം കേട്ടോ. എന്തോ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മീറ്റർ. ഇപ്പൊ നമ്മൾ 1 കിലോമീറ്റർ പോയതിന് എന്തോ 1100, 1045, 1755, 5 വെച്ചാണ് കേട്ടോ ഇങ്ങനെ കൂടി പോകുന്നത്. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ഏരിയ ഫുള്ള് ബാറുകളാണല്ലോ. ഈ ഒരു കാണുന്ന ഏരിയ മുഴുവൻ. ഇപ്പൊ പേടിപ്പിക്കുമല്ലോ. ഇന്ത്യൻ പാലസ് റെസ്റ്റോറന്റിലോട്ടാണ് കേട്ടോ വന്നത്. ബ്രോ യു ഗോ, യു ആർ കിങ്. നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. അവിടെ നമ്മുടെ ഞെട്ടിപ്പൊട്ടൊക്കെ ഉണ്ട്. ഹൗസ് ദ ഫുഡ് ബ്രോ? യു ലൈക്ക് ഇറ്റ്? Yeah, man. ഓ സമാധാനം. യു ലൈക്ക് ദ ഫുഡ് റിയലി? അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈസ് ഇറ്റ് യുവർ ബെസ്റ്റ് ബിരിയാണി? Yeah, it's best in Costa Rica. ബ്രോ സംസാരിച്ചിരുന്നപ്പോ നമ്മുടെ ഒരു തമിഴ് അണ്ണനാണ് കേട്ടോ. എപ്പടി ഇരിക്ക? നല്ല ഇരിക്കാ. നിങ്ങ പേരെന്താ? പ്രവീൺ. തമിഴ്നാട്ടിലെങ്ക? തഞ്ചാവൂർ. ഞാൻ വന്ന് തിരുവനന്തപുരം. വാട്ട്സ് യുവർ നെയിം ബ്രദർ? Anil Jubran from Delhi. Yeah, Delhi, Uttarakhand. Uttarakhand. Okay, yeah. Nice to meet you. The food was nice. Thank you so much. Thank you. I will recommend people to come to Indian Palace Restaurant. താങ്ക് യു. നമ്മുടെ അസ്ലം ബ്രോന്റെ അടുത്തും ഒരു താങ്ക് യു കേട്ടോ. അപ്പൊ പാക്കല. ഓക്കെ, ரொம்ப നന്ദി. This guy, Bro, this guy is gay. Indians, this guy is gay. Let's go there.